എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഒരു ദിക്ർ ഞാൻ പറഞ്ഞു തരാം, ഇത് ഇന്ന് മുതലങ്ങ് പറയാൻ തുടങ്ങിക്കോ. ഈ പറയുന്ന ദിക്ർ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്ത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് പറഞ്ഞൂടെ? ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതിയില്ലേ? ആ സൂറത്തുൽ കഹ്ഫിനകത്ത് അള്ളാഹു 2 ചെറുപ്പക്കാരുടെ ചരിത്രം പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കൃഷിയിടം മുഴുവനും തൻ്റെ വിളവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരാളോട് പറയുന്നുണ്ട്, ഒറ്റ ദിക്ർ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കിക്കോ, ചരിത്രം പറയാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ ദിക്ർ പറഞ്ഞു തരാം. മാഷാ അല്ലാ പറഞ്ഞോ, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. ഒന്ന് പറഞ്ഞേ. അത് ഓട്ടോയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല, വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാനുള്ളതല്ല. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. വീട്ടിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ, വീട് നിലനിൽക്കും. കാറിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ, കാറ് നിലനിൽക്കും. കടയിൽ കയറുമ്പോൾ പറയുന്നുണ്ടോ, കട നിലനിൽക്കും. ജോലിക്ക് പോകുമ്പോൾ പറയുന്നുണ്ടോ, ജോലി നിലനിൽക്കും. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു നൽകിയ നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാളെ നിങ്ങളൊന്ന് പള്ളിപ്പറമ്പിൽ പോവും. രാവിലെ ഒരു 10:30 നിങ്ങൾ പള്ളിപ്പറമ്പിൽ പോയിട്ട്, പടച്ചവനെ, ഏതെങ്കിലും ഒരു പള്ളിയിൽ ഖബർ കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കുഴിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട്, മോനെ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ഖബറിനകത്ത് വന്ന് ഇറങ്ങാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? പാതിരാത്രി 12 മണിക്കോ 1 മണിക്കോ 2 മണിക്കോ അല്ല, പകല് സമയത്ത് ചെന്നിട്ട് ഒറ്റയ്ക്കാ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിട്ട് 5 മിനിറ്റ് കൈവിറയ്ക്കാതെ, കണ്ണ് നനയാതെ, ശരീരം വിയർക്കാതെ 5 മിനിറ്റ് നിനക്കതിനകത്തൊന്ന് കിടക്കാ ധൈര്യമുണ്ടോ? ഇല്ലടോ സഹോദരാ, അത്രയും ചങ്കൂറ്റമുള്ള ഒരുത്തനുമില്ല. അതാണ് ഖബറെന്ന് പറയുന്നത്. അതുകൊണ്ട് നീ ഖബറിനകത്തിറങ്ങാൻ പറയുന്നില്ല. ഖബറിന്റെ മുകളിൽ നിന്നിട്ട് ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട്, കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. ആ കാണുന്ന കുഴിയിലേക്ക് നീ ഒന്ന് നോക്ക്, എന്നിട്ട് ചുറ്റുഭാഗമൊന്ന് നോക്കണേ ചെറുപ്പക്കാരാ. മുമ്പിലൊരു ഖബറുണ്ട്. ആ ഖബറിന്റെ മുകളിലൊരു മൈലാഞ്ചി ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നുണ്ട്. ആ ചെടി നിന്നോട് പറയുകയാ, ആരും വെള്ളമൊടിക്കാറില്ല, ആരും വളമിട്ട് തരാറില്ല. എന്നിട്ടും ഞാനിങ്ങനെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയുമോ? നിന്നെ പോലെ നടന്നിരുന്ന ഒരുത്തൻ എൻ്റെ താഴെ കിടക്കുന്നുണ്ട്. അവൻ്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാടാ നെഞ്ചു വിരിച്ച് ഞാൻ നിൽക്കുന്നത്. നബിതങ്ങൾ പറയുകയാ, ഖബർ സിയാറത്ത് ചെയ്യ്, ഏതു മനുഷ്യനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, നീ പള്ളിപ്പറമ്പിൽ പോകാൻ ഞാൻ പറയുന്നില്ല. നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ച മരണ വീട്ടിൽ പോകണേ, മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിനകത്ത് കയറണേ. നിന്നെ പോലെ നടന്ന ഒരു പെണ്ണിന്റെ കിടപ്പ് കാണാ. ആ രംഗം കണ്ട ഏതു പെണ്ണും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ, ഖബറിലിറക്കി വെച്ചു, പലക നിരത്തി, എല്ലാവരും മണ്ണ് വാരിയിട്ടു. പടച്ചവനെ, ഉസ്താദ് ദുആ ചെയ്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ.
എന്ന് സലാം പറഞ്ഞിട്ട് ആ ഖബറിന്റെ ചാരത്ത് നിന്ന് മടങ്ങുകയാ. ഒന്നാമത്തെ മനുഷ്യനുണ്ടല്ലോ 7 ചുവട്ടടി വെച്ചാ അതാ വരുന്നു മുൻകർ, അതാ വരുന്നു മുൻകറും നക്കീറെന്ന് പറയുന്ന 2 മലക്കുകൾ ഇറങ്ങി വരികയാ. പടച്ചവനെ റൂഹ് തരികയാണ്, എടുത്ത് ചാരിയിരുത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു മൻ റബ്ബുക മൻ ദീനുക മൻ ഇമാമുക. ചിരിക്കുന്ന മുഖത്തോടെ ഖബറിനകത്ത് നിൽക്കുന്ന മലക്കുകളുടെ ചോദ്യം കേൾക്കുമ്പോ മണിമണിയായി ഉത്തരം പറയുകയാ. ഉത്തരം പറഞ്ഞു കഴിയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് പറയുന്നത് എന്തെന്നറിയുമോ? ലം കനൗമത്തിൽ പുതിയാപ്പള കടന്നുറങ്ങുന്നത് പോലെ, മണിയറയ്ക്കകത്ത് കടന്നുറങ്ങുന്നത് പോലെ ഖിയാമത്ത് നാൾ വരെ ഈ ഖബറിനകത്ത് കടന്നുറങ്ങിക്കോ. ജനാസയോട് പറയുകയാ, മണിയറയ്ക്കകത്ത് കിടക്കുന്നവനെ പോലെ കിടക്കാറ്. എന്തേ കാരണമെന്നറിയുമോ? മണിയറ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയട്ടെ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും പുതിയാപ്പളയും പുതിയ പെണ്ണും മണിയറയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ഉമ്മമാര് പറയും അവരെ ശല്യം ചെയ്യല്ലേ, അവരുടെ ആദിരാത്രിയാ, അവര് മണിയറയ്ക്കകത്ത് കിടക്കുകയാ. മക്കളോട് പറയും ശല്യം ചെയ്യരുത്, ഒരാൾ പോലും ആ റൂമിന്റെ അടുക്കലേക്ക് പോകരുത്, അവര് ജീവിതം തുടങ്ങുകയാ. അവര് കിടന്നുറങ്ങട്ട്, സമാധാനത്തോടെ കിടന്നുറങ്ങട്ട്. പണ്ടത്തെ കാലങ്ങളിൽ മാതാപിതാക്കൾ അങ്ങോട്ട് പോകാൻ സമ്മതിക്കാറില്ല. അത് പണ്ടായിരുന്നടോ. 2024 വിവാഹത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. മണിയറയ്ക്കകത്ത് നടക്കുന്ന പേക്കൂത്തുകൾ പറയാ കഴിയാത്തതാണ്. കൂട്ടുകാര് കട്ടിലിനടിയിൽ കയറുന്നില്ല, പടക്കം പൊട്ടിക്കുന്നില്ല, പുതിയാപ്പളയ റൂമിന് പുറത്തിട്ട് വാതിൽ പൂട്ടുന്നില്ല. അല്ലാഹുവേ, ഈ സമുദായം കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ, നമ്മളെപ്പോലെ അഹങ്കരിക്കുന്ന ആരാടോ ദുനിയാവിലുള്ളത്? ഈ മുസ്ലിം സമുദായത്തിന്റെ വിഭാഗങ്ങൾ പറയാൻ പറ്റുകയില്ലല്ലോ. നാണക്കേടല്ലേ, ഉമ്മത്തിന് നാണക്കേടല്ലേ? എന്തൊക്കെ അനാചാരങ്ങളാണ് നടക്കുന്നത്? പണക്കൊടുപ്പ് കാണിക്കുകയാ, അഹങ്കാരം കാണിക്കുകയാ. ഗാനമേള നടത്തുന്നവരില്ലേ? ഇന്ന് കല്യാണ വീടുകളിൽ നടക്കുന്നത് അറബി കല്യാണം, പടച്ചവനെ, മൈലാഞ്ചി കല്യാണം, മഞ്ഞ കല്യാണം, പിന്നെ ഒടുക്കത്തെ കല്യാണം. എത്ര കല്യാണമാണോ നടക്കുന്നത്? ലക്ഷങ്ങൾ ചെലവഴിക്കുകയല്ലേ? എല്ലാ പെണ്ണുങ്ങൾക്കും ഒരേ വസ്ത്രമല്ലേ? എല്ലാ കുടുംബക്കാർക്കും ഒരേ ഡ്രസ്സല്ലേ? പടച്ചവനെ, പാട്ടിട്ട് ഡാൻസ് ചെയ്യുന്ന കാലമല്ലേ? അല്ലാ, സങ്കടമെന്തെന്നറിയുമോ? എടോ, ഒരു കുടുംബത്തിലെ സർവ്വതും തലതിരിഞ്ഞു പോകാറില്ല. ഒരു കുടുംബത്തിലെ എല്ലാരും തലതിരിഞ്ഞു പോകാറില്ല. ഒരെണ്ണമെങ്കിലും നേരെയാകുമല്ലോ. ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും അല്ലാഹുവെ പേടിയുള്ളവരാ ഉണ്ടാകുമല്ലോ. എന്നാൽ അങ്ങനെയില്ലടോ. പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാര് ഇതുപോലെയുള്ള വൃത്തികേടുകൾ കുടുംബത്തിൽ നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറയാ. ഒരു പ്രായമുള്ള അല്ലാഹുവിനെ പേടിയുള്ള ഒരാളാ കുടുംബത്തിലില്ലാതെ പോയല്ലോ. എടോ, പ്രായമുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ അവരല്ലേ ഒന്നാമത് നിന്ന് ഡാൻസ് ചെയ്യുന്നത്? അവരല്ലേ വൃത്തികേടുകൾ കാണിക്കുന്നത്? റീൽസ് എടുക്കുന്ന കാലമല്ലേ? വേണ്ടടാ ചെറുപ്പക്കാരാ. എന്തുകൊണ്ടാ പടച്ചവനെ ഈ പാവപ്പെട്ട സംഘാടകർ, കൂലിപ്പണിയെടുത്ത് നടക്കുന്നവര്, അവർക്കറിയുമടോ കഷ്ടപ്പാടിന്റെ വേദന എന്താണെന്ന്, കഷ്ടപ്പാടെന്താണെന്ന് അവർക്കറിയാ. അതുകൊണ്ടാണ് പാവപ്പെട്ട പെൺമക്കളുടെ വിവാഹത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നത്. ലക്ഷങ്ങൾ ചെലവഴിക്കുകയാണ്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിനെ വിലയുള്ളടാ ചെറുപ്പക്കാരാ. നിനക്കതിന്റെ വിലയറിയില്ല. കാരണം നീ രക്തം വിയർപ്പാക്കി ഉണ്ടാക്കിയതല്ല. ആ പെണ്ണിന്റെ വാപ്പ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം പേടിച്ചിട്ട് അടിച്ചു പൊളിക്കുന്ന യുവത്വേ, നീ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും ഉപ്പാടെ പൈസ കൊടുത്ത് വാങ്ങിയതാടാ. സ്ത്രീധനം വാങ്ങിച്ചിട്ട്
ആ സ്ത്രീധന പണം കൊണ്ടല്ലേ നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും വാങ്ങുന്നത്. മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? മഹർ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ടല്ലോ. പെണ്ണിന്റെ പണം കൊടുത്തിട്ട് മഹർ വാങ്ങുന്നവനുണ്ടല്ലോ. ചെറുപ്പക്കാരാ, പണമല്ലടാ വലുത്. 100 പവൻ കിട്ടുന്നവനല്ലോ, ബെൻസ് കാർ കിട്ടുന്നവനല്ലോ, ഏക്കർ കണക്കിന് സ്ഥലം കിട്ടുന്നവനല്ലോ, ഓച്ചിറയിലോ കരുനാഗപ്പള്ളി ടൗണിൽ 1 ഏക്കർ സ്ഥലം കിട്ടുന്നവനല്ലോ. ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അൽ മർഅത്തു സ്വാലിഹാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയെ ലഭിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് നബിതങ്ങൾ പറയുമ്പോ അതാണടാ നബിതങ്ങൾ പറഞ്ഞത്. പണമല്ല, സൗന്ദര്യമല്ല, കുടുംബമഹിമയല്ല, ഫളുഫറു ബിദാത്തി ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാറ്, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കാറ്. ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാ കിട്ടുന്ന പ്രയോജനം എന്തെന്നറിയുമോ? ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞടോ അലിയാര് തങ്ങളാണ് വിവാഹം കഴിച്ചത്. പാപപ്പെട്ടവനായ അലിയാണ് വിവാഹം കഴിച്ചത്. അല്ലാഹുവേ, അലിയാര് തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുമായി 2 പേരും മണിയറയ്ക്കകത്ത് കിടക്കുകയാണ്. 2 പേരും ആദിരാത്രിയിൽ റൂമിനകത്തേക്ക് കയറുകയാണ്. പടച്ചവരെ, അലിയാര് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാ. കാരണം ഫാത്തിമാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, പ്രണയമായിരുന്നെന്ന് പറയരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള അലിയാര് തങ്ങൾ പ്രണയിച്ചല്ല വിവാഹം കഴിച്ചത്. എല്ലാവർക്കും ഫാത്തിമയെ ഇഷ്ടമാടോ? കാരണം റസൂലുള്ളാഹിയുടെ മകളല്ലേ. അതുകൊണ്ട് അലിയാര് തങ്ങൾക്ക് വലിയ സന്തോഷമായി മണിയറയുടെ വാതിലടയ്ക്കുകയാ. വീടിനകത്ത് ആ മണിയറക്കകത്ത് വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാ. സുബ്ഹാനല്ലാഹ് വസമിഅനാ സൗതൻ ഹനീനാ. അല്ലാഹുവേ, മണിയറക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. ആദിരാത്രിയിൽ മണിയറക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാണ്. അലിയാര് തങ്ങൾ പെട്ടെന്ന് വിളക്ക് കത്തിച്ചു. ആരാട് കരയുന്നതെന്നറിയുമോ? മണവാട്ടിയായ ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? പാപപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുടെ വാപത്തി പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, പറയല്ലേ അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ അലിയേ? പിന്നെ എന്തിനാ നീരെന്ന് കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, പെട്ടെന്ന് വിളക്കണച്ചപ്പോ ഈ റൂമിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഇരുട്ട് കണ്ടപ്പോ നിങ്ങൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് പോലും എനിക്ക് പേടിയാവുകയാ. എന്നാ എന്നെ ഖബറിൽ ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് നിങ്ങൾ പോകുമ്പോ ആ ഖബറിനകത്ത് എന്ത് ഇരുട്ടായിരിക്കും അലിയേ? ഖബറിനകത്തെ ഇരുട്ട് ഓർമ്മ വരികയാ. എപ്പോഴാ മണിയറക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കണച്ചപ്പോ ഇതാണടാ ദീനുള്ള പെണ്ണ്, ഇതാണടാ ദീനുള്ള പെണ്ണ്. അല്ലാഹുവേ, അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഇന്ന് നമ്മുടെ ആദിരാത്രിയാ,
ഇത് നമ്മുടെ മണിയറയാണ്. ഇതിനകത്തിരുന്നിട്ട് ഖബർ പറഞ്ഞ് കരയുകയാണോ? ഖബർ പറഞ്ഞ് കരയുകയാണോ? സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മുടെ മണിയറയാണെന്ന് അലിയാർ തങ്ങൾ പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, അലിയേ മണിയറ ഇവിടെയല്ല, മണിയറ ഇവിടെയല്ല. മണിയറ ഒരുക്കേണ്ടത് കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല. എവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താലിയേ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബറല്ലേ ഒന്നാമത്തെ സ്ഥലം. അവിടെ വിജയിച്ചവന് വിജയിച്ചല്ലോ, അവിടെ പരാജയപ്പെട്ടവന് പരാജയപ്പെട്ടല്ലോ. അലിയേ ഖബറിനകത്ത് ഒന്നാമത്തെ രാത്രി കിടക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ പറയണം, മണിയറയ്ക്കകത്ത് കിടക്കുന്ന പുതിയ ആപ്പിളയെ പോലെ, പുതിയ പെണ്ണിനെ പോലെ നീ കിടന്നുറങ്ങിക്കോ. നിന്റെ ഖബർ വിശാലമാവുകയാ, കണ്ണെത്താ ദൂരം വിശാലമാവുകയാ. സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ നിന്നെ കിടത്തുകയാണ്. പടച്ചവനെ സ്വർഗത്തിന്റെ സുഗന്ധമടിക്കുകയാണ്. വാപ്പാ കാലിന്റെ ഭാഗത്തൊരു വാതിൽ തുറക്കുകയാ. ഏത് വാതിലെന്നറിയുമോ? ഏത് വാതിലെന്നറിയുമോ? ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചറബിന്റെ സ്വർഗമുണ്ടല്ലോ. കാലിന്റെ ഭാഗത്ത് വാതിൽ തുറക്കുകയാ. രാവിലെയും വൈകിട്ടും ആ സ്വർഗം നിന്റെ കാലിന്റെ ഭാഗത്ത് തുറന്നു കാണിക്കുകയാ. ഇത് കാണുമ്പോ ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം അപ്പഴാ. ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം അപ്പഴാ. അവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ? അല്ലാ, എനിക്ക് ഈ ഖബറിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് കുടുംബക്കാരോട് ചെന്ന് പറയാൻ മയ്യത്ത് കൊതിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ട്, നിന്റെ വാപ്പയ്ക്ക് ഖബറിനകത്ത് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ കാണുമ്പോൾ മയ്യത്ത് ആഗ്രഹിക്കും വീട്ടിൽ ചെന്നിട്ടൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. അതുകൊണ്ടാ ഉസ്താദെ മരിച്ചുപോയ വാപ്പാനെ സ്വപ്നം കാണാറില്ലേ? ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദെ, ഉമ്മ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, പാപ്പ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടു ഉസ്താദെ. അതാടോ മയ്യത്ത് ആഗ്രഹിക്കും കുടുംബക്കാരോട് ചെന്ന് പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, ജാബിർ തങ്ങളുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. വാപ്പ ഉഹദിന്റെ രണാങ്കണത്തിൽ പോകുകയാ. മോനോട് പറഞ്ഞു, മോനെ വാപ്പ ഇനി തിരിച്ചു വരൂല, ഒന്നാമത് ഷഹീദാകുന്നത് ഞാനാ. പാപ്പായ്ക്ക് ഇത്തിരി കടവുണ്ട്, ഈത്തപ്പഴത്തോട്ടമുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ വിളവെടുക്കുമ്പോൾ അതെടുത്തിട്ട് എൻ്റെ കടം വീട്ടണം. യുദ്ധത്തിന് പോയി ഷഹീദായി, ഒന്നാമത് തന്നെ ഷഹീദായി. തൻ്റെ വാപ്പ മരിച്ച സങ്കടത്തിൽ ചെറിയ മകനായ ജാബിർ തങ്ങളിരുന്ന് കരയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തിനാ കരയുന്ന നബിയെ? വാപ്പ മരിച്ചുപോയി. വാപ്പയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. സങ്കടം കൊണ്ട് കരയുകയാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വാപ്പാനെ സ്വപ്നം കണ്ടു. ഞാൻ ചരിത്രമാണ് പറയുന്നത്. ഈ ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി നിൻ്റെ വാപ്പാനെ സ്വപ്നം കണ്ട്. വാപ്പ അള്ളാഹിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹിനോട് പറയുന്നു, പടച്ചവനെ എനിക്ക് പോയിട്ട് എൻ്റെ വീട്ടുകാരോട് ഇതൊന്ന് പറയണം തമ്പുരാനെ. എനിക്കിവിടെ സ്വർഗം കിട്ടിയ കാര്യം, എനിക്ക് ഖബറിനകത്ത് ഇത്രയും അനുഗ്രഹം കിട്ടിയ കാര്യം എനിക്ക് ചെന്ന് പറയണം പടച്ചവനെ. അള്ളാഹു പറഞ്ഞ അനുവാദമില്ല. മരിച്ച ഒരാളും ചെന്ന് പറയാറില്ല, പിന്നെ അറിയിക്കാൻ പറ്റും. ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. ഈ ആയത്തിറങ്ങാനുള്ള കാരണം, അതിൻ്റെ സബബ് നുസൂൽ ഇതാണെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാ. വലാ തഹ്സബന്ന الذين قتلوا في سبيل الله, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവർ എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൽ അഹ്യാഉം, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാ. ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമ്പോൾ മരിച്ചവരുടെ രണ്ടാമത്തെ ആഗ്രഹം, അവർക്ക് അല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഖബറിനകത്ത് അല്ലാഹു അവർക്ക് കൊടുത്ത പ്രതിഫലത്തെ കുറിച്ച് കുടുംബക്കാരോട് ചെന്ന് പറയാൻ അവർ കൊതിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ കൊതിക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും പെടുത്തുമാറാകട്ടെ. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ വിചാരിക്കുന്നത് വാരിക്കോരി കിട്ടുന്നതിനാണ് ബറക്കത്തല്ലടോ. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹന്തക്കിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹന്തക്കിൽ കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വഹാബത്തിന് വല്ലാത്ത പട്ടിണിയാ, വിശപ്പ് സഹിക്കാൻ പറ്റണില്ല. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുക, വിശപ്പ് സഹിക്കാൻ കഴിയാതെ. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയെ സഹിക്കാൻ പറ്റണില്ല നബിയെ, വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ടാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ, സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ തൻ്റെ കമീസ് പൊക്കി കാണിച്ചു കൊടുത്തു. കാരണം 2 കല്ല് നബി തങ്ങൾ കെട്ടിയിരിക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ എന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമോ? നിങ്ങൾ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? കല്ല് വെച്ച് കെട്ടിയ വിശപ്പ് മാറുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങളുടെ വാപ്പായ്ക്ക് ഒരു പച്ച ബെൽറ്റ് ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടോ? ഇവിടെ നമ്മുടെ വാപ്പാമാർക്ക്, പഴയ അത്താമാർക്കൊക്കെ ഒരു ബെൽറ്റ് ഇല്ലായിരുന്നോ? ഉണ്ടോ? എന്താ, നിധി സൂക്ഷിക്കാനുള്ളതായിരുന്നു? അല്ല, അത് വാപ്പ അങ്ങോട്ട് ഇറുക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാപ്പ നേരെ നിൽക്കും. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ 2 കല്ലാ വെച്ച് കെട്ടിയിരിക്കുന്നേ. സഹാബത്തിന് സങ്കടമായിടോ, പോയി പരാതി പറഞ്ഞല്ലോ എന്നോർത്ത്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചുടി, നബിതങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വയറ്റിൽ കല്ലും വെച്ച് കെട്ടിയിട്ട് നബിതങ്ങൾ പട്ടിണിയാ, തിന്നാൻ വല്ലതുണ്ടോ? ഇക്ക, ഒരിത്തിരി ചപ്പാത്തി ഉണ്ട്, ഇത്തിരി ഇറച്ചിക്കറിയുണ്ട്, 1, 2, 3 പേർക്ക് കഴിക്കാം. കൂടിപ്പോയ 3 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ഈ സഹാബി നേരെ നബിതങ്ങളുടെ ചെവിയിൽ പോയിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ വീട്ടിൽ ഒരിത്തിരി ഭക്ഷണമുണ്ട്, വാ നബിയെ പോയി കഴിക്കാം. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പോയിട്ട് രഹസ്യമായിട്ട് പറയാ, ഒരല്പം ഭക്ഷണമുണ്ട് നബിയെ, വാ നബിയെ പോയി കഴിക്കാം. ഭക്ഷണം ഉണ്ടെന്ന് കേൾക്കേണ്ട താമസം നബിതങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, സഹാബ എല്ലാവരും വാ കഴിക്കാൻ ഭക്ഷണം ഉണ്ടെന്ന്. എല്ലാവരും വാ കഴിക്കാൻ ഭക്ഷണം ഉണ്ട്. സഹാബി പറഞ്ഞു, നബിയെ 3 പേർക്ക് തിന്നാനുള്ളതേ ഉള്ളു നബിയെ. നബിതങ്ങൾ പറഞ്ഞു, ഇറച്ചിക്കറി അടുപ്പിലിരിക്കല്ലേ, ഞാൻ വരാതെ ഇറക്കരുത്, മാവ് അവിടെ വെച്ചേരെ, ഞാൻ വന്ന് ചുട്ടോളാം. 80 സഹാബത്തുണ്ടോ? എത്ര എണ്ണുണ്ട്? 80 പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിരുന്നു. ചപ്പാത്തി ഉണ്ടാക്കും, ചുട്ടു കൊടുക്കും, ഇറച്ചിക്കറി കോരി കൊടുക്കും. ആ 80 പേരും തിന്നു. ബാക്കി വന്നടോ. ഇതിനാ ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.